കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം കൂടി വരച്ചിടുന്ന ഒരു ഗീറാകാശം മലയാള സമൂഹത്തിന് മാറ്റുകൂട്ടിയ മഹാപ്രതിഭകളെ പരോക്ഷമായി ആവിഷ്കരിക്കുന്നു. ഒരു ഗീറാകാശത്തെക്കുറിച്ച് എനിക്ക് പ്രത്യേകമായൊരു താല്പര്യമുണ്ട്. അതിലെ കഥാപാത്രങ്ങൾ മലയാളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രതിഭാശാലികളുടെ മുഖച്ഛായയുള്ളവരാണ്. കഴിഞ്ഞ 70 വർഷത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രമാണ് ഉൾക്കൊള്ളുന്നതാണ് ആ നോവൽ. നമുക്കറിയാം, ഒരു പറച്ചിലുണ്ട്, കാലം പ്രതിഭാശാലികളെ സൃഷ്ടിക്കുന്നു എന്ന്. ഞാനതൊന്ന് തിരിച്ചിട്ടു, പ്രതിഭാശാലികൾ ഒരു കാലം സൃഷ്ടിക്കുന്നു. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വി.ടി. ഭട്ടതിരിപ്പാട് തുടങ്ങിയുള്ള ആളുകൾ സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും ധൈഷണിക രംഗത്ത് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണമാരാർ, കേസരി ബാലകൃഷ്ണപിള്ള, MP പോൾ, CJ തോമസ്, PK ബാലകൃഷ്ണൻ, M ഗോവിന്ദൻ തുടങ്ങിയിട്ടുള്ള പ്രതിഭാശാലികൾ അവരൊക്കെ കൂടെ ചേർന്നുണ്ടാക്കിയെടുത്തൊരു പുതിയ ലോകത്താണ്, പുതിയ കാലത്താണ് മലയാളികൾ ജീവിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രതിഭാശാലികൾ ഒരു കാലം സൃഷ്ടിക്കുന്നു എന്ന്. വൈക്കം മുഹമ്മദ് ബഷീർ ഈ കഥയിലെ ഒരു കഥാപാത്രമാണ്. പഴയതല്ലെങ്കിലും ബഷീറിനുമായിട്ട് എനിക്ക് അത്രയധികം അടുത്ത ബന്ധമുണ്ട്. കഴിഞ്ഞ 10-75 വർഷത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിനുള്ള ഒരു ആരാധനയാണ് എൻ്റെ ഒരു ഗീർ ആകാശം. എനിക്ക് ഭാര്യയും 4 മക്കളും. മക്കളൊക്കെ മുതിർന്ന് അവരുടെ സ്വന്തം ജീവിതം കരിപ്പിടിപ്പിച്ചിരിക്കുന്നു. ലോകത്തെവിടെയുള്ള മലയാളികളുടെ സ്നേഹം അതെന്നെ അന്വേഷിച്ചു വരുന്നു. മലയാളത്തിൻ്റെ ഭാഷാ ചൈതന്യത്തെ ഭാവന കൊണ്ടും ചരിത്രബോധം കൊണ്ടും തൻ്റെ രചനകളിലൂടെ പ്രോജ്വലിപ്പിച്ച പെരുമ്പടവം ശ്രീധരൻ എന്ന എഴുത്തുകാരൻ തൻ്റെ സർഗയാത്ര തുടരുന്നു. എൻ്റെ ഭാഷയെ സ്നേഹിക്കുന്നവരോടുള്ള സ്നേഹം, എൻ്റെ നാടിൻ്റെ സാംസ്കാരിക വിശുദ്ധിയോടുള്ള സ്നേഹം, ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മൂലധനം അതൊക്കെയാണ്. നന്നായി വരും കേട്ടോ, ഇവിടെ പഠിച്ചോണം കേട്ടോ. പാട്ട് പാടുമോ അതിൻ്റെ പാട്ട് പാടാതെ. ഈ തണ്ടാനായിട്ട് കുടുംബത്തിലുള്ളവർ എന്തെങ്കിലും ഒരു വാസനയുണ്ട്, പാട്ടൊക്കെ പാടണം കേട്ടോ.